ഹലോ വെൽക്കം ബാഗീസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കമ്പാരിസണിൽ ഉയർന്നു വരുന്ന പേരുകളാണ് ശിവം ദുബെ വേഴ്സസ് ഹാർദിക് പാണ്ഡ്യ, ആരാണ് ബെറ്റർ എന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള കമ്പാരിസണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരാണ് ബെറ്റർ ആണെന്നുള്ളത്. സോ നമുക്ക് ശിവം ദുബെയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ പേസ് ബോളിംഗ് ഓൾറൗണ്ടർമാരെന്ന് പറയുന്നത് വളരെ വിരലിലെണ്ണാവുന്ന താരങ്ങളേ ഉള്ളൂ. അതിൽ പ്രൂവ് ചെയ്ത രണ്ട് ബാറ്റ്സ്മാൻമാരാണ് ഇപ്പോൾ നിലവിലേക്ക് നോക്കുകയാണെങ്കിൽ. ഹാർദിക് പാണ്ഡ്യ ഓൾറെഡി പ്രൂവൺ ആണ്, അതുപോലെ തന്നെ ശിവം ദുബെ റീസെൻ്റ്ലി പ്രൂവ് ചെയ്ത താരം കൂടിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നു കഴിഞ്ഞ ശേഷമാണ് ഒരു പ്രോപ്പർ റെക്കഗ്നൈസേഷൻ നമ്മുടെ ശിവം ദുബെക്ക് കിട്ടിത്തുടങ്ങുന്നത്. അദ്ദേഹത്തിന് നന്നായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ CSKയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ CSK ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ടീമിലേക്ക് ശിവം ദുബെ സെലക്ട് ചെയ്യപ്പെടാൻ ഏറ്റവും വലിയൊരു കാരണമായിട്ടുള്ളത്. അപ്പോൾ ശിവം ദുബെയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ശിവം ദുബെ ഒരു മീഡിയം പേസ് ബോളറാണ്. നമ്മൾ പറയുമ്പോഴും 130 താഴെയാണ് അദ്ദേഹത്തിൻ്റെ 130 അല്ലെങ്കിൽ 120 180 അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീഡ് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ബോളിംഗ് സൈഡിൽ ഒരുപാട് വേരിയേഷൻസ് ഇല്ലാത്ത ഒരു ബോളറാണ് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടറാണ് ശിവം ദുബെ എന്ന് പറയുന്നത്. മാക്സിമം സ്ലോ ബോൾസ് ആൻഡ് ലൈൻ ആൻഡ് ലെങ്ത്തിലാണ് പുള്ളി കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വൈഡ് യോക്കേഴ്സോ കട്ടേഴ്സോ ഷോർട്ട് ബോൾസ് ഇങ്ങനെയൊന്നും അദ്ദേഹം ട്രൈ ചെയ്യാറില്ല. അപ്പോൾ ഒരു ബോളറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറെ സംബന്ധിച്ച് അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മോഡേൺ ഡേ ക്രിക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ലൈൻ ആൻഡ് ലെങ്ത് കൊണ്ട് മാത്രം, എസ്പെഷ്യലി ഇൻ T20 ഒരുപാട് കാലം നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കില്ല. സോ ശിവം ദുബെയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് അതാണ്. സ്റ്റിൽ ലൈൻ ആൻഡ് ലെങ്ത് കൊണ്ട് അദ്ദേഹം ആദ്യത്തെ 2 മത്സരത്തിൽ മികച്ച ബോളിംഗ് ചെയ്തുവെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ 3-ാം മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ അടി കിട്ടും നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് അല്ല, T20 ആവറേജ് ആണെങ്കിലും T20I ആവറേജ് ആണെങ്കിലും അല്പം മണ്ടയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. സ്പിന്നേഴ്സ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു സൈഡ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ണും പൂട്ടി ആ ഒരു സൈഡിലേക്ക് ശിവം ദുബെ ഇടാൻ സാധിക്കും. പക്ഷേ ബോളിങ്ങിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ള പേസ് ബോളിംഗ് സൈഡ് വരുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ ശിവം ദുബെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതിപ്പോൾ IPL ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി മത്സരങ്ങളാണെങ്കിൽ നമുക്കത് മനസ്സിലായി. അതുപോലെ തന്നെ ഷോർട്ട് ബോൾസിൽ ആളല്പം വീക്ക് കൂടിയാണ്. വിക്കറ്റ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അടിച്ചുപൊക്കി വിക്കറ്റ് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഷോർട്ട് ബോൾസിൽ വീക്കാണ്. അതാണ് മെയിനായിട്ട് ബാറ്റിംഗ് സൈഡിലെ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. പക്ഷേ സ്പിന്നേഴ്സിനെതിരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹിറ്റുകൾക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിറ്റിംഗ് ആർക്കിൽ ബോൾ വന്നു കഴിഞ്ഞാൽ ബോൾ വെളിയിലായിരിക്കും. വേറൊരു ഷോട്ട് അദ്ദേഹം ട്രൈ ചെയ്യില്ല. ആൻഡ് ഇനി ഹാർദിക് പാണ്ഡ്യയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി പ്രൂവൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്പെല്ല് പോലും എറിയാൻ സാധിക്കുന്ന 140 km/h മുകളിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യയെങ്കിലും 1 to 4 overs അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് എറിയാൻ സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ ബാക്ക് ഇഞ്ചുറി വലിയൊരു വെല്ലുവിളിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അദ്ദേഹം ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയതായിട്ട് അറിയുന്നില്ല. T20 വേൾഡ് കപ്പിലേക്ക് ഒരു സ്പോട്ട് അദ്ദേഹത്തിന് ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം റിക്കവർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. IPL അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്നും അറിയില്ല. ആ ഒരു ബാക്ക് ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സൈഡിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ബോളിംഗ് സൈഡിൽ നിന്ന് കാണാം. കമ്പയർ ടു ശിവം ദുബെ ബോളിംഗ് സൈഡിൽ ഒരു പ്ലസ് പോയിൻ്റ് ഉള്ള താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. യോക്കേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്, കട്ടേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്, ലൈൻ ആൻഡ് ലെങ്ത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്താണ് എറിയാറ്. അതുപോലെ തന്നെ ഷോർട്ട് ബോൾസ് ട്രൈ ചെയ്യാറുണ്ട്. സോ ബോളിംഗ് സൈഡിൽ അത്യാവശ്യം നല്ലൊരു ഡൊമിനേഷൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ആവറേജിലും എക്കോണമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഒരു T20 ബോളർ എന്ന രീതിയിൽ 8.8 എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി നിൽക്കുന്നത്. സ്റ്റിൽ ട്രസ്റ്റബിൾ ആയിട്ടൊരു ബോളറാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ആദ്യത്തെ ഓവർ എറിഞ്ഞ് കഴിഞ്ഞ് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ആ ഒരു ഇഞ്ചുറിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 2021 ശേഷമാണെന്ന് തോന്നുന്നു ആ ഒരു ബാക്ക് ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹത്തിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ബാക്ക് ഫുട്ടിലേക്ക് പോയിട്ട് ഹൈ ബാക്ക് ലിഫ്റ്റ് ആയിട്ട് നമ്മൾ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഷോട്ട്സ് അടിച്ചിരുന്ന ആ ഒരു കുംഫു പാണ്ഡ്യയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിക്കുന്ന ഒരു ഹാർദിക് പാണ്ഡ്യയിലായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. പണ്ട് ഭയങ്കര അഗ്രസീവായിട്ടുള്ള കുംഫു പാണ്ഡ്യ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിക്കുന്ന ഒരു ഹാർദിക് പാണ്ഡ്യയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അത് വലിയൊരു ചേഞ്ച് തന്നെയാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്ക് ഇഞ്ചുറി അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളി ആയിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോങ് കരിയർ T20 എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു താരം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ ഈ ഇഞ്ചുറി തന്നെയാണ് വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് വേരിയബിൾ ഷോട്ടുകൾ കളിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്നത്. സോ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് 11ലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും. ഇഞ്ചുറി ഇല്ല എങ്കിൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് പുള്ളി തന്നെയായിരിക്കും. പക്ഷേ സ്പിന്നേഴ്സ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സൈഡിൽ വേണമെങ്കിൽ പരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ശിവം ദുബെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇഞ്ചുറി
വലിയൊരു വെല്ലുവിളിയാണ് പുള്ളിക്ക്. സ്റ്റിൽ അദ്ദേഹം T20 വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. IPL ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് ന്യൂസുകളൊന്നും തന്നെ വന്നിട്ടില്ല. സോ കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ശിവം ദൂബെയാണോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അതോ ഹാർദിക് പാണ്ഡ്യയാണോ ആ 11ലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്? എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഹാർദിക് പാണ്ഡ്യ ഒരുപടി മുൻപിലാണ് ശിവം ദൂബെയെ അപേക്ഷിച്ച്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടിച്ചിട്ടാണ് എക്സ്മി ഗോകുലർ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.